അതെ, മാമ്പഴക്കാലം കഴിയാറായിട്ടോ. എങ്കിൽ പിന്നെ എന്താ ഇങ്ങനെ നോക്കിയിരിക്കണം. ഒരു അടിപൊളി ക്രീമിയും ടേസ്റ്റിയും കുട്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് മാസങ്ങളായി. ഇനിയിപ്പോൾ ഈ ഒരു സീസൺ കഴിയുന്നതിന് മുമ്പായിട്ട് എന്തായാലും എനിക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുട്ടികളുടെ വക അടി ഉറപ്പ്. അപ്പോൾ ഈ ഒരു സാധനം നല്ല സൂപ്പറാണ് കേട്ടോ. ചെറിയൊരു ഐസ്ക്രീം സ്റ്റിക്കാണ്. കാണുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്. ഐശ്വര്യമായിട്ട് ആദ്യത്തെ മാങ്ങേനെ എടുത്തപ്പോൾ മാങ്ങയിൽ ചെറിയ ചെറിയ പുഴുക്കളൊന്നും അല്ല കേട്ടോ. ഒരു ചെറിയൊരു കേട് പോലെ ഞാൻ കണ്ടു. അത് നന്നായിട്ട് പഴുത്തിട്ടാണ്. ഇനി ഇത് നമുക്ക് വേണ്ടത് 1 കപ്പ് പാല്, പിന്നെ കുറച്ച് 10-15 കാഷ്യൂ നട്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പം പോലെ അത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കട്ടിംഗ് ബോർഡ് കണ്ടിട്ട് അയ്യേ എന്നൊന്നും പറയരുത്. ഞാൻ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതല്ല, വേസ്റ്റ് ഇടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കേടായ മാങ്ങയുടെ ഭാഗമൊക്കെ ഞാൻ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയെല്ലാം അത് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഹരിയാനയിലാണ്. ഇവിടെ എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മാമ്പഴമാണ്, നല്ല മധുരമുള്ളതാണ്. ഇതിൻ്റെ പേരും കാര്യമൊന്നും എനിക്കറിയാൻ വയ്യ, പക്ഷേ ഇത് നല്ല മധുരമാണ് കേട്ടോ. 2 നല്ല പഴുത്തതും 2 അത്യാവശ്യം പുളിയും എന്നാൽ നല്ല മധുരമുണ്ട്. അത് ഞാൻ കഴിച്ച് അതായത് ഒരു 4 മാങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ 1 ഞാൻ നല്ലപോലെ മുണുങ്ങിയിട്ടുണ്ട്, ബാക്കി 3 ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം എന്താ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ച് കാണാൻ തന്നെ എന്തായാലും ഒരു ഭംഗി. ഇത്രയും അങ്ങ് എടുത്ത് തിന്നാലോ എന്ന് വിചാരിച്ചു. പിന്നെ പോട്ടെ, പിള്ളേർ വരുമ്പോൾ എന്നാ ചെയ്യും. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക, ഇതെല്ലാം കൂടെ അതിലോട്ട് തട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടു. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ക്യാഷ്യൂനട്ട് ഇല്ല കയ്യിലൊന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം നമ്മുടെ നീലക്കടല, അതായത് കപ്പലണ്ടി ഇല്ലേ, അത് വേണമെങ്കിലും ചേരാം. പക്ഷേ ഒരുപാട് അങ്ങോട്ട് ചേർക്കണ്ട. ചിലപ്പോൾ വയറ് ഒരുപാട് കപ്പലണ്ടി ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് പാലും കൂടെ എടുത്ത് നമ്മുടെ അതേ അണ്ടിപ്പരിപ്പാണ് കേട്ടോ, ക്യാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഇടുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറും, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് അരച്ച് കഴിഞ്ഞാൽ നല്ല ക്രീമി ആയിരിക്കും. എന്നാൽ ചെറിയ അതൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങനെ എടുക്കാം. ഞാൻ നല്ലപോലെ അങ്ങ് പേസ്റ്റ് ആക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരം എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവ് നിശ്ചയിക്കാം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം നിങ്ങൾ കണ്ടോ, ഒരുമാതിരി കർക്കണ്ട് പോലത്തുള്ള പഞ്ചസാരയാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നത്. കാരണം ഇത് 2 സ്പൂൺ ഇട്ടാലും നല്ല മധുരമായിരിക്കും. പിന്നെ അതുകൂടാതെ നമ്മുടെ മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അതുകൊണ്ട് അധികം മധുരം ഞാൻ അങ്ങോട്ട് ചേർക്കുന്നത് 2 സ്പൂണ് ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അതായത് ഇതിൽ നിന്ന് കൂടുകയും വേണ്ട കുറയാൻ വേണ്ട. കൂടിയാലും വെള്ളം പോലെ ആക്കി എടുക്കരുത്. ഇനി നമ്മുടെ സ്റ്റിക്കിലെല്ലാം കൂടെ നമുക്ക് ഇങ്ങോട്ട് വീഴ്ത്തുള്ളൂ. ഇത് കാണുമ്പോഴിങ്ങനെ വീഴ്ത്തുമ്പോഴൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, മനസ്സിനൊരു കുളിർമ എന്നൊക്കെ പറയൂലേ, അതാണ് സംഭവം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വീഴ്ത്തിയിട്ട് ഈ ഒരു സ്റ്റിക്ക് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് വീണിട്ടുള്ളത് ഞാനിങ്ങനെ തൂത്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ നമുക്കൊന്ന് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോട്ടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് അടച്ച് ഇതിൻ്റെ മുകളിലുള്ള ആ ചെറുതായിട്ടൊക്കെ വീണിട്ടുള്ള ആ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി നേരെ ഫ്രീസറിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മുടെ ആ ഒരു ഐസ്ക്രീമിൻ്റെ ബാക്കിയുണ്ടല്ലോ, അത് ഞാൻ ചെറിയൊരു ഗ്ലാസ് ബൗളിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ ഇതിൻ്റെ താരം എന്തായാലും നമ്മുടെ ക്യാഷ്യൂനട്ട് ഉണ്ടല്ലോ ഒരു ഭംഗിക്ക് അങ്ങ് ഇരിക്കട്ടെ, അവനെ അങ്ങോട്ട് നടുക്കോട്ട് അങ്ങ് കിടത്തിയിട്ടുണ്ട്. ഇനി നല്ല കുനുകുനാന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാഷ്യൂനട്ട്, നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണം ആഡ് ചെയ്യാം കേട്ടോ, മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുമെങ്കിൽ ചെയ്യാം. പിന്നെ ഇതെടുക്കുന്ന സമയത്ത് ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇതും അങ്ങോട്ട് അടച്ച് വെച്ച് നമ്മൾ നേരെ ഫ്രീസറിനകത്തോട്ട് കയറ്റുകയാണ്. ഞാനിപ്പോൾ എങ്ങനെ പോയാലും ഒരു 8 മണിക്കൂർ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് രണ്ടും ഇങ്ങനെ എടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളത്തിൽ ഞാൻ താഴ്ത്തി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ സ്റ്റിക്ക് ഊരി ഇങ്ങ് പോരും. അപ്പോൾ നമുക്ക് ആ സ്റ്റിക്ക് ഒന്ന് നോക്കാം കേട്ടോ. ആദ്യത്തെ സ്റ്റിക്ക് നിങ്ങൾ നോക്കുമ്പോൾ പറ്റിച്ചേ, ഇത് ഞാൻ ആദ്യമേ അങ്ങ് കഴിച്ചു കേട്ടോ. എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റിയിൽ അങ്ങ് കഴിച്ചതാണ്. അപ്പോൾ അത്രയും നേരം ഇരുന്നപ്പോൾ ഇതങ്ങ് നല്ലപോലെ ക്രീമി ആയി പോയതാണ് കേട്ടോ. അത് വീണ്ടും ഞാൻ ആ കഴിക്കുന്ന സമയം കൂടെ അതങ്ങ് ക്രീമി അതേ ഇതിലങ്ങ് വന്നിട്ടുള്ളതാണ് കേട്ടോ. നോക്കിക്കേ, എന്താ അല്ലേ, എന്ത് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. സത്യം പറയാമല്ലോ, നല്ല ക്രീമിയാണ് കേട്ടോ, നല്ല ക്രീമി. എന്നാൽ ഞാൻ ഈ സ്റ്റിക്കിൽ വെച്ചിട്ടുള്ളത് നല്ല ക്രീമി ആയിട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ. എന്താല്ലേ, ഞാൻ കഴിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിക്കേ, കണ്ടോ ക്രീമിയാണ്. പക്ഷേ ഞാൻ ബൗളിൽ വെച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ പുറമേ ഉള്ള ഐസ് വന്നുകൊണ്ടായിരിക്കും നല്ലപോലെ ഒരു കട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം. കുറച്ച് നേരം കൂടെ വച്ചിരുന്നെങ്കിൽ ഒന്ന് ക്രീമി ആയിട്ട് വന്നേനെ കേട്ടോ. അപ്പം ഞാനിതെല്ലാം കൂടെ ഇങ്ങനെ കുത്തി പൊട്ടിച്ചു. ഇനി അത് അങ്ങനെ ക്രീമി ആവാനുള്ള എനിക്ക് അത്രയും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ആ ക്രീമി ഇങ്ങനെ കുത്തി പൊട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു ചെറിയൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബൂസ്റ്റില്ലേ, നമ്മുടെ ബൂസ്റ്റും കൂടെ ചേർത്ത് നടുക്ക് നമ്മുടെ കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഇട്ട് ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു, ആ ബദാമും എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ.